ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയുടെയും ജാഗ്രതയുടെയും കാത്തിരിപ്പിൻ്റെയും ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ധ്യാന വിഷയമാക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന എളിമയിൽ ചാലിച്ച മൊഴികൾ ഉരുവിട്ട ശേഷം മറിയം പ്രേക്ഷിത യാത്രയിലേക്ക് കടക്കുകയാണ്. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് എലിസബത്തിനെ അഭിവാദനം ചെയ്യുവാനായി. ദൈവത്തോടൊപ്പം എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മെയും ചില യാത്രകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അത് എൻ്റെ തന്നെ ആത്മീയ ഉന്നതികളിലേക്കുള്ള യാത്രയാകാം, മറ്റുള്ളവരിൽ ദൈവിക ചൈതന്യം നിറയ്ക്കാനുള്ള യാത്രയാകാം, പ്രിയപ്പെട്ടവരുടെ ആത്മീയ സന്തോഷങ്ങൾക്കൊപ്പം നൃത്തം ചവിട്ടാനുള്ള യാത്രയാകാം. ചുരുക്കത്തിൽ, ദൈവിക നിയോഗങ്ങളോട് പൂർണ്ണ മനസ്സോടുകൂടി ആമേൻ പറഞ്ഞവർക്ക് ക്രിസ്തു പ്രഘോഷണത്തിൻ്റെ പ്രേക്ഷിത യാത്ര അത്രമേൽ പ്രിയമുള്ളതാകുന്നു. മറിയത്തിൻ്റെ യാത്രയിൽ സംഭവിക്കുന്ന മംഗളകരമായ സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നു. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാവുകയും മറിയത്തെപ്പറ്റി ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് എലിസബത്തിനൊപ്പം മറിയം 3 മാസത്തോളം താമസിക്കുന്നു. ദൈവത്തിൻ്റെ കനവുകളുള്ള യാത്രകളൊക്കെ എത്ര വർണ്ണശബളമാണ്. യാത്രകൾക്കൊക്കെ ലക്ഷ്യം നൽകുന്നതും യാത്രയുടെ തന്നെ ലക്ഷ്യവും ദൈവമാണെന്ന തിരിച്ചറിവാണ് ജീവിതം. ഭൂമിയിലെ ഓരോ ചുവടുവയ്പ്പിലും നാം ആരെയൊക്കെയോ അഭിവാദനം ചെയ്യുന്നുണ്ട്, ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടുമൊക്കെ. ആ അഭിവാദനങ്ങളിലൊക്കെ ദൈവിക കരുണയുടെ സ്പർശനമുണ്ടാകുമ്പോൾ, ദൈവിക ആനന്ദത്തിൻ്റെ ഈണമുണ്ടാകുമ്പോൾ, ദൈവിക സാന്ത്വനത്തിൻ്റെ ഇഴയെടുപ്പമുണ്ടാകുമ്പോൾ എൻ്റെയും അഭിവാദനത്തിൻ്റെ പിന്നിൽ ദൈവമുണ്ടെന്ന തെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കുന്നു. അപ്രകാരം ദൈവിക വെളിച്ചം പരത്തുന്ന യാത്രകളിൽ ഏർപ്പെടുമ്പോഴാണ് ഒടുവിൽ ഏറ്റവും വലിയ ദൈവിക പ്രകാശമായ സ്വർഗീയ പ്രകാശത്തിൽ യാത്രയ്ക്ക് പരിസമാപ്തി ഉണ്ടാകുന്നത്. ദൈവം നൽകുന്ന ബോധ്യങ്ങളാണ് എൻ്റെ യാത്രയുടെ ഇന്ധനം. ദൈവത്തിൻ്റെ ആത്മാവാണ് എൻ്റെ എല്ലാ യാത്രാനുഭവങ്ങൾക്കും കരുത്തേകുന്നത്. ദൈവമാണ് എൻ്റെ യാത്രയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും യാത്ര ചെയ്ത് ഞങ്ങളുടെ യാത്രകൾക്ക് വഴിയൊരുക്കിയ ക്രിസ്തുവേ, അങ്ങേക്ക് നന്ദി. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പ്രാർത്ഥനാശംസകൾ.